അപ്പോൾ ഈ ജഗ് എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് അതെങ്ങനെയും അറിയണം. പക്ഷെ ഗൗരിക്ക് ഇപ്പം എങ്ങനെ ഉണ്ടായിരിക്കും? അതായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി എന്നെ വിളിച്ചതൊക്കെ അവളെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ ശ്രീലക്ഷ്മി, ഇത് ഞാനാ, ശ്രീകുട്ടിയാ. നീ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ വീണപ്പോൾ എല്ലാം ശ്രീകുട്ടി എനിക്കെന്ന് പറഞ്ഞു. ഇല്ല, പിന്നെ ആരിപ്പം എന്നെ വിളിച്ച്? അതിൻ്റെ പുറത്ത് അത് വിടാം. തോന്നിയതോ സ്വപ്നമുള്ള കൊണ്ടായിരിക്കും. ഹലോ, എന്താ അമ്മ? ആണോ? ഷോ എപ്പോഴാ? ഞാൻ വരാൻ നോക്കാം. എന്ത് പറ്റിയാ? ഹാർട്ട് അറ്റാക്കോ? ഓക്കെ. ഹലോ 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 ഹലോ, ആരിത്? അമ്മയുടെ കൊടുക്കാവോ? ഹലോ ചേച്ചി, ആശുപത്രി കൊണ്ടുപോയോ? ക്രിട്ടിക്കലാ? നമുക്ക് ആക്സിഡൻ്റ് ആയി, അപ്പം എനിക്ക് അവിടെ വരെ പോകണമായിരുന്നു. വേണമെങ്കിൽ നമ്മളെ പൊക്കോ മിസ്, പ്ലീസ് പൊക്കോ പെട്ടെന്ന് പോക്കാം. ബാഗൊക്കെ ഇവിടെ എടുത്തിട്ട് എനിക്കില്ല. ഇവിടെ ആണല്ലോ. ഓക്കെ. ചേച്ചി, ഈ സുലോചനയുടെ റൂം നമ്പർ എത്ര? ICU റൂം നമ്പർ എത്ര? ഓക്കെ. അല്ലോ, ICUവിനടുത്താണല്ലോ സുലോചനേൻ്റെ. ഇതല്ലേ 123, അതായത് 123. ഒന്ന് മുട്ടി നോക്കാം. ഇത് തോന്നുന്നു. ഇതല്ലേ പറഞ്ഞ നമ്പർ. ആൻറ്റി സുലോചനയല്ലേ? ആൻറ്റി, ഞാനാ മോള്. ഓക്കെ. ക്രിട്ടിക്കലാണോ? എന്താ ഇപ്പം ചെയ്യാം? ശരി ആൻറ്റി, ഞാൻ ICU പോയി കണ്ടു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യും ഞാൻ. ഹലോ, എന്താടി? ഒന്നുമില്ലടി. അത് പിന്നെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയി. അമ്മയുടെ കസിൻ, അതായത് എൻ്റെ കസിൻ ബ്രദർ ആക്സിഡൻ്റ് ആയിരുന്നു. റോഡിൽ നിന്ന് ഒളിച്ചു പോകാൻ നേരം പെട്ടെന്ന് അമ്മയുടെ ഇടിച്ചതാണ്. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യൂടി. നീ വരുമൊന്നും വേണ്ട. നിൻ്റെ അമ്മാവനിപ്പോൾ എങ്ങനെയുണ്ട്? മരിച്ചോ? പക്ഷേ എൻ്റെ അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. പെട്ടെന്ന്
ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം. എന്താ എന്താ ചേച്ചി? എന്താ ഡോക്ടർ? അയ്യോ എടി അതുണ്ടല്ലോ, ഒരു സർജറി വേണം. തലയാ ഇടിച്ചത്, നല്ല രീതിക്ക് ബ്ലഡ് പോയി. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ പറ്റി എനിക്കറിയില്ല. അപ്പോൾ 1,50,000 രൂപ വേണമെന്ന് പറയുന്നത്. വേണ്ട. ആണോ? ഓക്കെ. ഇപ്പം ഡോക്ടർ ഇപ്പം വേണോ? ഇപ്പം തന്നെ വേണോ? അർജൻറ്റാണ് എടി, ഇപ്പം തന്നെ വേണം. ഓക്കെ താങ്ക് യു ഡി, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ അമ്മേനെ? മോള് കയറി കണ്ടോ? ഓക്കെ. ഇവിടെ അമ്മ എങ്ങനെ അമ്മ? ശ്രീകുട്ടിയാ അമ്മ, കണ്ണ് തുറക്ക് അമ്മ. ഞാനാ അമ്മ, കണ്ണ് തുറക്കുമ്പ അമ്മ ഞാനമ്മ. അമ്മ കണ്ണ് തുറക്കമ്മ. അമ്മ ഞാനമ്മ. അമ്മ കണ്ണ് തുറക്കമ്മ. എനിക്ക് അമ്മ മാത്രമുള്ളൂ. അമ്മ പോയാൽ ഞാൻ ഇരിക്കത്തില്ല. അമ്മ ഞാനും വരും അമ്മ, അമ്മയുടെ കൂടെ. അമ്മ പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ. അമ്മ കണ്ണ് തുറക്കമ്മ. അമ്മ കണ്ണ് തുറക്ക്. കണ്ണ് തുറക്ക്. കണ്ണ് തുറക്കമ്മ. അമ്മ കണ്ണ് തുറക്ക്. അമ്മ കണ്ണ് തുറക്കമ്മ. നമ്മുടെ ശ്രീകുട്ടിയെ വിളിക്കുന്നേ. അമ്മ കണ്ണ് തുറക്ക്. അമ്മ കണ്ണ് തുറക്കമ്മ. കണ്ണ് തുറക്കമ്മ പ്ലീസ്. ശ്രീ കണ്ണ് തുറക്ക്. ശ്രീ കണ്ണ് തുറന്ന് നോക്ക്. ശ്രീ അമ്മ എവിടെയാ? അമ്മ എവിടെയാ? അമ്മയുടെ മുമ്പിൽ വാ അമ്മ. അമ്മയുടെ കരഞ്ഞ് പറയുക അമ്മ. അമ്മയുടെ മോളാ പറയുന്ന ശ്രീകുട്ടി. ഒന്ന് വാ അമ്മ മുന്നിൽ. അമ്മ കണ്ണ് തുറക്കമ്മ. അമ്മ എവിടെയാ? അമ്മ ഞാനാ പറയുന്നേ. അമ്മ കണ്ണ് തുറക്ക്. എന്നിട്ട് ഇനി നോക്കമ്മ. അമ്മ എവിടെയാ? അമ്മ എവിടെയാ? അമ്മ കണ്ണ് തുറക്ക്.
തുറക്ക്. അമ്മ എവിടെയാ അമ്മ? എൻ്റെ മുൻപിൽ വാ അമ്മ, എനിക്ക് അമ്മ ഇത് കാണാനാ അമ്മ. അമ്മ ശ്രീകുട്ടി എനിക്ക് ശ്രീകുട്ടി അമ്മയാടാ. ശ്രീകുട്ടി എനിക്ക് ശ്രീകുട്ടി അമ്മയാടാ വിളിക്കുന്നേ. അമ്മ 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 എവിടെയാ അമ്മ? അമ്മ 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 എവിടെയാ അമ്മ? സുലോചന ആൻറ്റി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഹലോ ഗൗരി, എടാ ക്രിട്ടിക്കലാ, കുറച്ചുകൂടി കൂടിയെന്നാ പറഞ്ഞു. അറിയില്ല എന്ത് ചെയ്യും. ഓപ്പറേഷൻ കഴിഞ്ഞു, സക്സസ് ആയെന്ന് പറഞ്ഞു. പക്ഷേ ക്രിട്ടിക്കൽ കുറഞ്ഞായിരുന്നു, വീണ്ടും ക്രിട്ടിക്കലായി. ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യും? എനിക്കാകെ ഉണ്ടായിരുന്ന അമ്മയാണ്. 1-ാം വയസ്സിൽ അച്ഛൻ ഇട്ടിട്ട് പോയപ്പോഴും അമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്ന് മുതൽ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. എന്നിട്ട് അതെ ഇവിടെ വരെ പൈസ ഇല്ലാഞ്ഞിട്ട് എന്നെ എത്തിച്ചു. ആ അമ്മ പോയ എനിക്ക് എന്തോരം വിഷമമുണ്ടാകും നിനക്കറിയാവുന്നതല്ലേടി. ഇവിടെ കൂടുതൽ ഒച്ച വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സൗണ്ടിൽ സംസാരിക്കുന്നത്. ആ ആ ഓക്കെ. ആ ഇവിടെ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? 1-ാം വയസ്സിൽ അച്ഛൻ ഇട്ടിട്ട് പോയി. അമ്മ വീട്ടിൽ ചെന്ന് കയറിയപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു ലവ് മാരേജ് നടത്തിയവളെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു, ഉപേക്ഷിച്ചു. അന്ന് തൊട്ട് എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെ അമ്മയും ഇങ്ങനെ. ഞാൻ ഇനി എന്ത് ചെയ്യും? അമ്മ പോയാൽ ഞാൻ ഇവിടെ ഒരു ദിവസം നിൽക്കത്തില്ല, ഞാനും അമ്മയുടെ കൂടെ പോവും. ഞാൻ പറയുക ഗൗരി, അപ്പം ഞാൻ പറയുക, ഇത് ഞാൻ പറഞ്ഞ വാക്കാ ഗൗരി, ഇത് കേട്ടോ, പറഞ്ഞ വാക്കാ ഇത്. അമ്മ പോയാൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ആ ഗൗരി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഗൗരി, ഞാൻ പറയുന്നത് നീ കേക്ക്. ഞാൻ ദേഷ്യപ്പെടുവല്ല. എടേ, നിനക്കിപ്പോൾ അമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ എൻ്റെ കാര്യം അതല്ല. എനിക്ക് പൈസ കിട്ടണം. ഞാനിത് കോളേജ് പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി വാങ്ങിക്കണം. അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു കാശ് എടുക്കുന്നില്ല. ഇപ്പം അമ്മയുടെ ഓപ്പറേഷന് തന്നെ നീയല്ലേ തന്നത് അല്ലേ? അതുകൊണ്ട് നിനക്ക് സുഖമാണെന്നാണ് ഞാൻ പറഞ്ഞത്, കേട്ടോ? ഇനിയും പറ. എടി ഞാൻ പിന്നെ വിളിക്കാമെന്ന് വെച്ചു. ആ ഡോക്ടർ ആണോ? ഗൗരി, എടി അമ്മയ്ക്ക് കുഴപ്പമില്ല. അമ്മയുടെ കൈയാണെങ്കിൽ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. എത്ര ദിവസമായി ടെൻഷൻ കിടന്ന് അനുഭവിക്കുന്നു. 2 ദിവസമായി അമ്മ കൊണ്ടിട്ട്. ഡോക്ടർ എനിക്ക് കയറി കാണാൻ പറ്റും? അമ്മ അമ്മ ഞാനാ ഗൗരി, ശ്രീകുട്ടിയാ. ഒന്ന് ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ സ്ട്രെസ് ഇടിപ്പിക്കരുത്, കൂടുതൽ സംസാരിപ്പിക്കുകയും ചെയ്യരുത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പൊക്കോളാം.
ഇപ്പോഴാ സമാധാനമായി.